Watch full episodes on Jio Hotstar. പ്ലീസ് എന്നെ വിടൂ. എന്നെ വിടാൻ. എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. ഇല്ല ഇല്ല ഇല്ല, എന്നോട് ചോദിക്കാതെ എന്തിനാ നിങ്ങൾ ഈ കല്യാണം തീരുമാനിച്ചു? എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇല്ല 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 ഇല്ല. എന്റെ മോൻ കല്യാണം കഴിക്കില്ലാന്ന്. ഇനി നമ്മൾ എന്താ ഇപ്പൊ ചെയ്യാ? എനിക്കത് അറിയേണ്ട കാര്യമില്ല. ഞാൻ കല്യാണം കഴിക്കില്ല. ഇല്ല എന്ന് പറഞ്ഞാ ഇല്ല. ടാറ്റ, ബൈ ബൈ, സീ യു. അയ്യോ അയ്യോ, അവിടെ നിൽക്കൂ സിംഗം. സിംഗത്തിന്റെ അച്ഛ, അവനെ ഒന്ന് തടയൂ, എങ്ങനെയെങ്കിലും തടയൂ. അയ്യോ, ഇനി അവന്റെ കൂട്ടുകാർക്ക് മാത്രമേ അവനെ തടയാൻ കഴിയുള്ളൂ. മോട്ടു പത്ലു ചിങ്കത്തിനെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കണം. പക്ഷെ അവൻ അതിന് വഴങ്ങുന്നില്ല. അവൻ ഇവിടുന്ന് ഓടിപ്പോയിരിക്കുക. അവനെ പിടിക്കേ പ്ലീസ്. ചിങ്കം സാറേ നിൽക്കൂ. അവസാനിപ്പിക്കേ. കല്യാണം കഴിക്കാൻ പോവല്ലേ, അല്ലാതെ യുദ്ധത്തിനൊന്നും അല്ലല്ലോ പോകുന്നത്. ഇവന്മാരെന്നെ കൊടുക്കാൻ നോക്കാണ്. അവിടെ നിൽക്കൂ സാറേ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. എന്റെ അമ്മോ. അയ്യോ, ഇതെന്തൊരു കഷ്ടകാലമാണ്. എനിക്കൊന്നും കാണുന്നില്ല. എന്നെ വിടൂ. വിടാനല്ലേ പറഞ്ഞ്. ഞാൻ കല്യാണം കഴിക്കില്ല. വേണ്ട. വെരി ഗുഡ് മോട്ടു പത്ലു, താങ്ക് യു. ഇനി ഇവിടുന്ന് അവൻ എങ്ങനെ രക്ഷപ്പെടും? എല്ലാ കൂട്ടുകാരെയും വിളിക്ക്. നമുക്ക് ചിങ്കത്തിനെ വേഗം കല്യാണം കഴിപ്പിക്കാം. ഇല്ല. എന്റെ ചിങ്കം സാറെ, ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വയ്ക്ക്. കല്യാണം കഴിക്കാൻ പോവല്ലേ, അല്ലാതെ പ്രതിയെ പിടിക്കാനൊന്നും അല്ലല്ലോ. എന്റെ ചിങ്കം സാറേ, ഇത്രയും ദേഷ്യം നല്ലതല്ല. ഒന്ന് പറയുന്നത് മനസ്സിലാക്ക. ചിങ്കം, നീ ഇതെന്തു ഭാവിച്ചിട്ടാ? നിന്റെ കൂട്ടുകാർ നിന്നെ ഇത്രയൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിന്റെ മനം പോലെ മാംഗല്യമാക്കാം. ഇത് നിന്റെ കല്യാണമാണ്. അതിനുവേണ്ടി അവരെത്രയാണ് ബുദ്ധിമുട്ടുന്നതെന്ന് നോക്ക്. നിനക്കിതിൽ നാണക്കേട് തോന്നുന്നില്ലേ ചിങ്കം? എന്റെ കൂട്ടുകാരും കല്യാണം കഴിച്ചിട്ടില്ല. എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ നിർബന്ധിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അടങ്ങുമെന്നുള്ള ഒരു വാശി എന്താണ്? വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതമായിരുന്നു. നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്റെ ജീവിതത്തിന്റെ സന്തോഷം നശിപ്പിക്കാൻ നോക്കുകയാണ്. വേണ്ട വേണ്ട അമ്മേ, ഇത്രയും മെലോഡ്രാമയുടെ ആവശ്യമില്ല. കല്യാണം കഴിക്കാൻ പോണ ഞാനല്ലേ കരയേണ്ടത്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ കരയുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്ടോടെ. എന്റെ പൊന്നെ അമ്മയല്ലേ, എന്റെ ചക്കര അമ്മയല്ലേ, എന്റെ ഈ കല്യാണം ഒന്ന് ക്യാൻസൽ ചെയ്തോടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക് മമ്മി. എന്ത് മനോഹരം. Mr. Moteshwar and Mr. Patleshwar Acharya More.
അതായത് മോട്ടു ആൻഡ് പത്ലു. അതെ, നിങ്ങൾ പ്രോജക്ട് ധർത്തിയുടെ ഫയൽ കൊണ്ടുവന്നോ? ഇതാണ് പ്രൊജക്ട് ധർത്തിയുടെ ഫയൽ. ഇതിൽ ന്യൂക്ലിയർ മിസൈൽ നിർമ്മിക്കേണ്ട ഫോർമുല എഴുതിയിട്ടുണ്ട്. അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ വരെ തകർക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഭൂമി, വെള്ളം, ആകാശം, പർവ്വതം ഇവിടങ്ങളിലൊക്കെ ഇതിന് ലോഞ്ച് ചെയ്യാൻ പറ്റും. ഈ മിസൈലിന്റെ പണി കഴിയുമ്പോഴേക്കും നമ്മുടെ രാജ്യം ശക്തിയുള്ള രാജ്യമായി മാറിക്കഴിയും. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ പ്രൊജക്ട് ധർത്തിയുടെ ഫയല് പൂർത്തിയായത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വലിയൊരു പാർട്ടി തരുന്നതായിരിക്കും. ഇന്ന് വാങ്ങിച്ചോളൂ പ്രൊജക്ട് ധർത്തിയുടെ ഫയൽ. ഇപ്പൊ ഈ നിൽക്കുന്നിടത്തുനിന്ന് ആരും അനങ്ങി പോകരുത്. ധർത്തിയുടെ ഫയൽ മര്യാദയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ തന്നോ? നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? തീർച്ചയായിട്ടും ഇവിടെ ഏതോ ചാരന്മാരുണ്ട്. ആരാണ് ഇവിടുന്ന് ദേശത്തെ ഒറ്റുകൊടുത്തത്? ആ ദേശദ്രോഹി ആരാണെന്ന് പറയൂ. ഡയലോഗ് അടിക്കുന്നത് നിർത്ത് പ്രൊഫസറെ. ഫയൽ എവിടെയാണ്? വേഗം തരൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ ലേസർ കണ്ണുകൊണ്ട് എല്ലാരും കഥ തീർത്ത് കളയും. ഇല്ല, ഈ ഫയൽ ഞാൻ ആർക്കും വിട്ടുതരില്ല. പത്ലു, ഈ ഫയലും കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. എടാ, ആരെങ്കിലും പോയി അവനെ പെട്ടെന്ന് പിടിച്ചിറങ്ങോട്ട് വേണ. ആരും നിൽക്കുന്നിടത്തുനിന്ന് അനങ്ങി പോവരുത്. Freeze! കണ്ടോ, എന്റെ ശബ്ദത്തിനൊക്കെ ഇത്രയും പവർ ഉണ്ടെന്നേ. ഫയലിലെ പേപ്പർ പോലും ഫ്രീസ് ആയി പോയില്ലേ? വരൂ കൂട്ടരെ. ഇനി എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് വരൂ. വധു അവളുടെ അമ്മയും അച്ഛനും ഒരുമിച്ച് നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടത്രേ. എന്തിനൊന്ന് ചെയ്യണം. ഓക്കെ സാറേ, ഞങ്ങൾ ഇപ്പൊ തയ്യാറായി വരാം. എന്ത്? ജോൺ ബാങ്ക് മോഷ്ടിച്ചു? ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. എന്റെ നാടകം കളിയൊക്കെ മതിയാക്കിക്കോ. എന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ അകത്തുപോയി തയ്യാറായിക്കോ. അവരുടനെ ഇങ്ങെത്തും. എന്റെ അമ്മോ, എനിക്ക് കല്യാണം കഴിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ എനിക്കതിന് താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേക്ക്. എന്റെ മോട്ടോജി ഇത്രയും നേരം ബാത്റൂമിൽ എന്തെടുക്ക? മോട്ടോജി, നിങ്ങൾ എവിടെയാണ്? എവിടെയാണ് മോട്ടോജി? പറയ, എന്റെ കൂട്ടുകാരൻ എവിടെയാണ്? പറ വേഗം, അല്ലെങ്കിൽ ഇവിടുന്ന് താഴേക്ക് ഇടും ഞാൻ. എന്റെ കൂട്ടുകാരനെ നീ എങ്ങോട്ടാ കൊണ്ടുപോയത്? മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ താഴേക്ക് ഇടും. പറയ. വിടൂ, എന്നെ അത് പറയാൻ അനുവദിക്കേ. ഞാൻ തന്നെയാണ് മോട്ടോജി.
എന്റെ മോട്ടോജി, നിങ്ങൾ ഇത് എന്ത് കോല കെട്ടിയിരിക്കുന്നത്? നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത എന്നെ പിന്നെ ഗുണ്ടകൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെയുണ്ട് എന്റെ ഗെറ്റപ്പ്? ഗ്രേറ്റ്. ഇപ്പൊ ഓക്കേ. ഇപ്പഴാ ഈ മീശ ശരിയായത്. മോട്ടോജി, എനിക്ക് ഒട്ടും തന്നെ നിങ്ങളെ മനസ്സിലായില്ലായിരുന്നു. ഞാനും ഇതുപോലൊരു ഗെറ്റപ്പില് വരാം ഇപ്പോ, പക്ഷെ കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം. മോട്ടോജി, നമ്മള് വേഷം മാറിയത് കൊണ്ട് രക്ഷപ്പെടും, പക്ഷെ ആ ഫയലിനെ എങ്ങനെ രക്ഷിക്കും? ആ ഫയലിനെ എന്ത് വില കൊടുത്തും ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. ആ ഫയൽ ഇവിടെ തന്നെ ഉണ്ട് പത്ലൂജി. സോറി, ആ ധൃതിയിൽ എനിക്ക് പറയാൻ വിട്ടുപോയതാ. ഞാനപ്പോഴീ ഫയൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? മോട്ടോജി, യു ആർ ഗ്രേറ്റ്. ഫയൽ സൂക്ഷിച്ചതിനുള്ള സമ്മാനം ഇങ്ങനെയാണ് തരിക. സോറി, കുറച്ചധികം സന്തോഷിച്ചു പോയി, അതുകൊണ്ടാ സോറി. ഞാൻ അവിടെ വെച്ച് പിന്നെ എന്താ പറയാതിരുന്നെന്ന് വെച്ചാ എനിക്കറിയില്ലായിരുന്നു ആരൊക്കെ ശത്രുക്കളുടെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അവരുടെ മുമ്പിൽ വെച്ച് പ്രൊഫസർ ബാട്ട്ലിവാല ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആ ഫയൽ മേടിക്കാനായിട്ട് തന്നെ ആ ഗുണ്ടകളൊക്കെ നമ്മുടെ പുറകിൽ തന്നെ വന്നേനെ. വെരി ഗുഡ് മോട്ടോജി, വെരി ഗുഡ്. ഒരു മിനിറ്റ് ഒന്ന് നിക്ക്, ഞാനും നിങ്ങളെ പോലെ വേഷം മാറിയിട്ട് ഇങ്ങോട്ട് വന്നേക്കാം. വാ, നമുക്ക് ഈ റൂമിന്റെ സെൽഫി എടുത്തിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിന് അയച്ചു കൊടുക്കാം. എന്നിട്ട് പ്രൊഫസർ ബാട്ട്ലിവാലയ്ക്ക് സന്ദേശം അയക്കാം, നമ്മൾ ഇവിടെ ഉണ്ടെന്ന്. വരൂ എന്റെ സിംഹക്കുട്ടികളെ, വരൂ. ഫയൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ബോസ്, ഇത് നോക്കൂ, ഇതാണ് ഫയല്. ഒരുപാട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് മേടിച്ചോണ്ട് വന്നതാണ്. ഭാഷയ്ക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. എന്റെ ഡയലോഗ് എങ്കിലും ഒന്ന് തീർന്നോട്ടെ. എനിക്കിനി ഈ മുഴുവൻ ലോകത്തിനെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയും. എങ്ങനെയാണെന്ന് അറിയാമോ? നോക്കൂ, എങ്ങനെ. മിസൈൽസ് എല്ലാം റെഡി ആയിരിക്കുകയാണ്, പക്ഷെ എനിക്ക് അതിനെ ലോഞ്ച് ചെയ്ത് വിടാനുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അതാ ഫയലുണ്ട്. എനിക്ക് ഈ ലോകം മുഴുവനും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയും. എല്ലാ രാജ്യങ്ങളും ഞാൻ തകർത്ത് തരിപ്പണമാക്കും. ഞാൻ ചോദിക്കുന്ന പൈസ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ എല്ലാരെയും തകർത്ത് കളയും. ഇനി എല്ലാരും ഞാൻ പറയുന്നത് കേട്ടേ മതിയാവൂ. ഭാഷ, ഈ ഭാഷയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഭാഷയ്ക്ക് ദുഃഖമായി, ഒരുപാട് ദുഃഖമുണ്ട്. ഇതൊക്കെ എന്താണ്? നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ആദ്യം എന്നെ ദേഷ്യപ്പെടാൻ സമ്മതിക്ക്. ഈ ഫയല് ആരാ കൊണ്ടുവന്നത്? ആ ഫയല് കൊണ്ടുവരുന്നതിന് മുമ്പ് തുറന്ന് നോക്കിക്കൂടായിരുന്നോ? ഞാൻ ബോസാണ്, എന്നെ ഒന്നും ചെയ്യരുത്. പങ്ക, നീ സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ലടാ. നീ ഇതേത് ഫയലാണോ കൊണ്ടുവന്നത്? ഇത് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇത് പ്രോജക്ട് ധർത്തിയുടെ ഫയൽ അല്ല. നിങ്ങളുടെ കൂട്ടത്തില് ആർക്കാണ് ഏറ്റവും കൂടുതൽ പഠിപ്പുള്ളത്? ഭാഷാ ബോസ്, ഞാനാണ് ഏറ്റവും വലിയ പഠിത്തക്കാരൻ ഇവിടെ. ഇവിടെ പഠിച്ചതായി ഒരുത്തരെങ്കിലും ഉണ്ടല്ലോ. നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? BA വരെ പഠിച്ചിട്ടുണ്ടോ? സാർജി, ഞാൻ 5ാം ക്ലാസ് ഫെയിലാണ്. അയ്യേ,
5ാം ക്ലാസ് ഫെയിലോ? പഠിപ്പോ അറിവില്ലാത്ത ആൾക്കാരാണല്ലോ ഞാൻ ഇത്രയും കാലം തീറ്റിപ്പോട്ടിയത്. എന്റെ സാറേ, എനിക്ക് ഒത്തിരി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. MABA ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വളരെ കൊച്ചു പയ്യനായിരുന്നപ്പോ എന്റെ അച്ഛൻ കിടപ്പിലായി, പിന്നെ എന്റെ അമ്മയും കിടപ്പിലായി. പിന്നെ എനിക്ക് സഹോദരന്മാരുണ്ടായിരുന്നു. അവരെക്കാൾ എല്ലാം വലുത് ഞാനായിരുന്നു. പിന്നെ എന്താ പറയാ, എന്റെ പഠിപ്പെല്ലാം നിർത്തി. പിന്നെ ഈ കുഞ്ഞ കൈകൾ കൊണ്ട് ഞാൻ ജോലി ചെയ്യേണ്ടി വന്നു. പകല് മുഴുവൻ കഷ്ടപ്പെട്ട് രാത്രി തളർന്നു പോയിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ എല്ലാവർക്കും ഭക്ഷിക്കാനായിട്ട് ഞാൻ ഭക്ഷണം വെളിയിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ഇനി എന്തോന്നാ പറയാൻ എന്റെ സാറേ, എന്റെ കഷ്ടപ്പാടിന്റെ കഥകൾ. എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു സാറേ. മിണ്ടാതിരിക്ക്. ആദ്യം നിന്റെ ഈ ഫാമിലി ഡ്രാമ മതിയാക്ക്, കേട്ടോ? ഇവിടെ ആരും കരയില്ല. ഈ ഫയൽ ഒന്നിനും കൊള്ളില്ല. ശരിക്കുള്ള ഫയൽ എവിടെ പോയേ? മോട്ടുജിയും പത്നുജിയും ഫയൽ സ്റ്റാർ ഹോട്ടലിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. അത് കാരണം ഇപ്രാവശ്യം ഞാനായിരിക്കും അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഞാൻ എന്റെ അഭിനയ മികവ് കൊണ്ട് ആ ഫയൽ ഞാൻ തീർച്ചയായും കണ്ടുപിടിച്ചു ഇവിടെ കൊണ്ടുവരും. ഇനി നിങ്ങൾ എല്ലാരും എന്റെ അഭിനയം കണ്ടു പഠിക്കാൻ ശ്രമിക്കേ. എന്നാൽ പോവാം. അവിടെ പോയി നമുക്ക് ആ ഫയൽ തിരയാം. വേറെ ആരെങ്കിലും വന്ന് അത് തട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നെ അത് തട്ടിയെടുക്കണം. അതുകൊണ്ട് സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോകാം. നമസ്തേ നമസ്തേ. ഇത് ചിങ്കത്തിന്റെ അമ്മ. അത് എന്റെ പുന്നാര മകൻ ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ഫുർഫുറി നഗരത്തിലെ പേരുകേട്ട ഇൻസ്പെക്ടർ. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. പറഞ്ഞല്ലോ, ഇംപോസിബിൾ. പിന്നെ ഇത് അവന്റെ കൂട്ടുകാർ മോട്ടു, പത്ലു, ഡോക്ടർ ജട്ക, പിന്നെ ഗസിറ്റാറാം. പിന്നെ മോട്ടുവിനെ കുറ്റവാളികൾ ഒരുപാട് ഭയക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇവൻ ശരിക്കിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വലിയ ഗുസ്തിക്കാര് പോലും ഇവന്റെ മുന്നിൽ ഒന്നുമില്ലാതാവുകയാണ്. നമസ്കാരം. ഇതെന്റെ വൈഫും പിന്നെ ഇതെന്റെ മകളും ധർത്തി. ഒരു ഫയലില് ഞാൻ ഇവളുടെ മുഴുവൻ ബയോഡേറ്റയും തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പൊ ഇവളുടെ എല്ലാ ഡീറ്റെയിൽസും അറിയണ്ടാവും. അതെ, നിങ്ങളുടെ മകൾ ധർത്തിയുടെ ഫയൽ ഞങ്ങൾ കണ്ടു. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇവളെ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ പരിചയമുണ്ടെന്ന്. സത്യമായിട്ടും സത്യം. എന്നാൽ പരസ്പരം ഇഷ്ടപ്പെടുന്നതിന് തമ്മിൽ കാണേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ കാണണമെങ്കിൽ മോനെ നിന്റെ തല ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അറ്റൻഷൻ! തല ഉയർത്തു, നേരെ ധർത്തിയെ നോക്കൂ. ഇവിടെ വെക്കൂ. ശരി. ഇത് ചീറ്റിംഗ് ആണ്. ഞാനാണ് ഡോണുകളുടെ ഡോൺ, കുണ്ടലി ഡോൺ. ആരാന്ന് പറയേ? കുണ്ടലി ഡോൺ. സബാഷ്, ഒരു ദിവസം ഞാൻ എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ ചമ്മന്തിയാക്കാം. ഞങ്ങളുടെ കാർ ഒന്ന് പാർക്ക് ചെയ്തേക്ക്. കീവിന്റെ കീ മോന്, കേട്ടല്ലോ?
ഞാൻ ഈ അവസരം എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കണേ. ഞാനാണ് ഡോണുകളുടെ ഡോൺ, കുണ്ടലി ഡോൺ. ആരത് പറയേ? കുണ്ടലി ഡോൺ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതെന്റെ കൂട്ടാളികളാണ്. തങ്കപ്പൻ, രായപ്പൻ, ഷാജി, ശശി, ദിവാകരൻ, സുധാകരൻ, പിന്നെ ഞാനും. കല്യാണമോ പാലുകാച്ചോ നൂലുകെട്ടോ മരണമോ അടിയന്തരമോ എന്തായാലും ശരി, ഏത് പരിപാടിയാണെങ്കിലും ശരി, ഞാൻ കുളം തോണ്ടി കൈ തരുന്നതായിരിക്കും. ഞാൻ അറിഞ്ഞു നിങ്ങളുടെ മോളുടെ കല്യാണമാണെന്ന്. എനിക്കൊരു കല്യാണം കൂടെ കുളം തോണ്ടാനുള്ള സമയമായിരിക്കുകയാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അതുണ്ടാക്കാൻ എത്രയാണ് ചാർജ് ചെയ്യണേ? വെറും 10 കോടി രൂപ മാത്രം. അയ്യോ, വെറും 10 കോടിയോ? ഒരിക്കലും തരാൻ പറ്റൂല. എന്റെ മരുമോനെ അവനൊരു ഇൻസ്പെക്ടറാണ്. പിന്നെ ഈ മിസ്റ്റർ ബബിൾഗം ഒരു കമ്മീഷണറാണ്. ഇദ്ദേഹം നിങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലടയ്ക്കും. You are under arrest. അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാ എനിക്ക് ചിലപ്പോ മനസ്സിലാവും. പക്ഷേ എന്റെ സ്വന്തം സഹചാരികളായ തൂക്കുകൾക്ക് അറിയില്ലല്ലോ. വെടിവെക്കൂ, പ്രശ്നം അകറ്റൂ. ഇടാ പോലെ ആ പെണ്ണിനെ ഇങ്ങ് പൊക്കിക്കോ. പെണ്ണിനെ തിരിച്ചു വേണമെങ്കിലുണ്ടല്ലോ 10 കോടി തരണം. അതെ, പെണ്ണിനെ വേഗം പൊക്കി വണ്ടിയിൽ കൊണ്ടുവന്നിട്ടേക്ക് വേഗം. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എന്തിനാ വെറുതെ എന്റെ പുറകെ വരുന്ന? എന്നെ വിട്ടേക്ക്. അവർ ധർത്തിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. പോയി മോട്ടു, എന്റെ ജങ്ക്, എന്റെ ബ്രോ. കല്യാണ പെണ്ണിനെ കൊണ്ട് കുണ്ടലിനോടും ആൾക്കാർ സ്ഥലം വിട്ടിരിക്കുകയാണ്. പെണ്ണിനെ തിരിച്ചു തരണമെങ്കിൽ 10 കോടി രൂപ അയാൾ ചോദിക്കുന്നത് ജങ്ക്. എങ്കിൽ വേഗം പുറകിൽ വിട്ടു. നിൽക്ക്, ദേ കണ്ടോ, അവരുടെ കാറ് ഫ്ലൈ ഓവറിന്റെ മേലെ ടേൺ ചെയ്യുന്നുണ്ട്. ആ കാണുന്ന ഫ്ലൈ ഓവറിന് താഴെയുള്ള ഫ്ലൈ ഓവർ വഴി അവര് പോകുന്നേ. ഓക്കെ, ഞാൻ 1 2 3 പറയും. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ആ കാറിന് മുകളിലേക്ക് എടുത്ത് ചാടണം. എന്നിട്ട് നമുക്ക് അവരെ പിടിക്കാം. 1 2 3 ജമ്പ്. നീ എന്റെ കൂടെ വാ. നിങ്ങൾ അവന്മാരെ നോക്ക്. ചെല്. ഒരു മിനിറ്റ്, ഞാൻ ചമ്മന്തി ഉണ്ടാക്കത്തേയുള്ളൂ, ഒരിക്കലും ഫൈറ്റ് ചെയ്യാറില്ല. ഈ സമയത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങള് ജോഗിങ് ചെയ്യാറാണ് പതിവ്. ഇന്നാണെങ്കിൽ എനിക്കത് ചെയ്യാനും പറ്റിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോഗിങ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെ കിട്ടില്ല. ഞാനിപ്പോ ജോഗിങ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കാണാമേ. ബൈ ബൈ. അയ്യോ അയ്യോ, എന്റെ ധർത്തി മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. താങ്ക്സ് ടു മോട്ടു പത്ലു. ഇവർ ഭയങ്കര ധൈര്യശാലികളാ. ധർത്തി ചേച്ചി, ഇന്ന് മുതൽ നിങ്ങൾ ഹോട്ടലിൽ തന്നെ താമസിച്ചോ. ഞങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ടാകും. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുർഫുറി നഗറിലേക്ക് പോകും. ഓക്കെ മോനെ, ഓക്കെ. പിന്നെ എനിക്കൊരു പേടിയുണ്ട്, അവര് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമോന്ന്. അല്ല, ഈ റൂം കണ്ടിട്ട് നമ്മളുടേത് പോലെ തോന്നുന്നില്ലല്ലോ. തയ്യാറായോ നീ? നീ ചെല്ല്.
എന്റെ കോയിന് താഴെ വീണുപോയി. ഞാൻ അത് എടുത്തിട്ട് വന്നേക്കാം. ഓക്കേ, പക്ഷെ പെട്ടെന്ന് വരണം. ഓഹോ, കോയിൻ തിരിച്ചു വന്നല്ലോ. അല്ല, എന്റെ ചെരുപ്പ് എവിടെ പോയി? എനിക്ക് തോന്നുന്നത് ഈ കട്ടിന്റെ അടിയിലാ വെച്ചിരിക്കുന്നെന്നാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പക്ഷെ അതാരാ പറഞ്ഞത്? താഴെ ആരാ ഉള്ളത്? താഴെ ആരാ ഉള്ളത്? അല്ല, ആരാ എന്നെ തല്ലിയത്? വല്ലാതെ അടിച്ചു കളഞ്ഞല്ലോ എന്നെ. ആരാത്? കർട്ടന്റെ പുറകിൽ ആരാണ്? ഞാൻ ചോദിക്കുവാ, ആരാണ് കർട്ടന്റെ പുറകിലെന്ന്? എടോ, കർട്ടന്റെ പുറകിൽ നീയല്ലേ ഉള്ളത്, എന്നിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്? സോറി, കർട്ടന്റെ പുറകിൽ ഞാൻ തന്നെയാണ്. കർട്ടന്റെ പുറകിൽ ഞാൻ തന്നെയാണ്. പക്ഷെ കർട്ടന്റെ മുൻപിൽ ആരാണ്? ഇവിടെയൊന്നും ആരുമില്ലല്ലോ. തീർച്ചയായിട്ടും ഏതെങ്കിലും കള്ളൻ മോഷ്ടിക്കാൻ വന്നതായിരിക്കും. എന്നിട്ട് എന്നെ വിഡ്ഢിയാക്കി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നമ്മൾ എത്ര ദിവസം എന്ന് വെച്ചാൽ ഈ സയന്റിസ്റ്റിന്റെ വേഷോട്ട് ഇങ്ങനെ നടക്കുക. വരൂ, നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. ഇതൊക്കെ നമ്മുടെ സൈസിന് കറക്റ്റ് ആയിരിക്കും. അല്ല, ഈ കണ്ണട കാണാൻ നല്ല രസമുണ്ടല്ലോ. രക്ഷപ്പെട്ടോ, എന്നിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ പോവാം. മോട്ടോജിയും പത്ലൂജിയും നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വീൽ ചെയർ വിട്ടിട്ട് മാറി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ മികച്ച അഭിനയം കൊണ്ട് ഞാൻ എങ്ങനെ അവരുടെ രണ്ടുപേരുടെയും മനസ്സിലേക്ക് കയറി കൂടുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അവരുടെ സുഹൃത്തായി മാറും. പോ പോ, ഇവിടുന്ന് മാറി നിൽക്കേ. മോട്ടു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ചിങ്കം സാർ ഇനിയും കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്താവുമെന്ന്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എക്സ്ക്യൂസ് മീ യങ് മാൻ, നിങ്ങളെ കണ്ടാൽ മാന്യന്മാരെ പോലെ ഉണ്ട്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഈ കോറിഡോറിന്റെ മുകളിലത്തെ അറ്റം വരെ എന്നെ കൊണ്ട് വിടാൻ കഴിയുമോ? തീർച്ചയായിട്ടും, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുപോയി വിടാം. പത്ലു, നീ ചെല്ല്, ഞാൻ ഇയാളെ വിട്ടിട്ട് വന്നേക്കാം. നിങ്ങൾ എന്തൊരു നല്ല മനുഷ്യനാണ്. ഈ ബോസിന് എന്താണ് ഇപ്പൊ സംഭവിച്ചത്? ഇത്ര ഓവർ ആക്ടിങ് ചെയ്യാനായിട്ട് എന്താ ഉള്ളത്? മതി മതി, ഇനിയൊന്നും പറയണ്ട, ഇനിയൊന്നും പറയണ്ട. നിങ്ങളുടെ ഈ വിഷമം എനിക്ക് കാണാൻ പറ്റുന്നില്ല. പത്ലു പറഞ്ഞോ, എന്താ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്താനോ? ഓക്കെ ഓക്കെ, ഞാനിത് ഇപ്പൊ തന്നെ വരാം. നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? ഇത്ര വേഗത്തിൽ വരാനൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നെ എന്റെ റൂമിലേക്ക് കൊണ്ടുപോകൂ. എനിക്ക് നടക്കാൻ പോലും കഴിയില്ല. എന്റെ ജോലിക്കാർ എവിടെ പോയെന്ന് പോലും എനിക്കറിയില്ല. എവിടെയാ അവർ? എനിക്ക് കുറച്ചു നേരത്തേക്ക് വിശ്രമിക്കണം. അതെ, നിങ്ങൾ ഞങ്ങളുടെ മുറിയിൽ റെസ്റ്റ് എടുത്തോളൂ. നിങ്ങൾ ഇയാളുടെ ആളുകളാണോ? നാണമല്ലേ നിങ്ങൾക്ക്? പാവത്തിന് ഇങ്ങനെ തനിച്ചാക്കിട്ട് പോവാൻ. പാവം എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? കൊണ്ടുപോയി ഇയാളുടെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ. ഇനി എങ്ങനെ ഇയാളെ തനിച്ചിട്ട് പോയാലുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് വന്നത്? ഞാൻ നിങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ എത്ര ഉയരത്തിൽ നിന്നാണ് താഴെ വീണത്? ഞങ്ങൾ പേടിച്ചു പോയി.
ഓക്കേ ഓക്കേ, ശ്രദ്ധിച്ച കേക്ക്. അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചാൽ പോലും നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ എത്ര കടന്ന് കരഞ്ഞാലും മേലെ വിളിച്ചാലും വരരുത്. കാരണം ഞാൻ അവരുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഒച്ച വെക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി ബോസ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്ക് മനസ്സില്ല കല്യാണം കഴിക്കാൻ. ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ ആവശ്യമില്ലാതെ നിർബന്ധിക്കരുത് പ്ലീസ്. ഇവന് കല്യാണമേ കഴിക്കണ്ടെന്ന്. അയ്യോ അയ്യോ, ഞാൻ ഇനി എന്താ ചെയ്യാ? ഡോണ്ട് വറി, ഞാൻ അവനെ സമ്മതിപ്പിക്കാം. അവൻ നമ്മുടെ മകനല്ലേ. ചിങ്കത്തിനെ സമ്മതിപ്പിക്കേണ്ടത് അവന്റെ കൂട്ടുകാരുടെ കടമയല്ലേ. ആ ടാസ്ക് ഞാൻ അവർക്ക് നൽകുന്നു. യെസ്. തള്ളയുടെ നാടൻ കളി. ഈ ഫയൽ എവിടേക്കെങ്കിലും മാറ്റി വെച്ചാ പിന്നെ എന്നും പെണ്ണിന്റെ ഫോട്ടോ കാണുന്ന പറഞ്ഞ് എന്നെ നിർബന്ധിക്കില്ലല്ലോ. ഫോട്ടോ 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 ഫോട്ടോ, നോ നീഡ് ഫോട്ടോ. യെസ്. ചിങ്കം സ്റ്റോപ്പ്, അവിടെ നിൽക്കാൻ. മോട്ടു പത്ലു ചിങ്കം ധർത്തിയുടെ ഫയലുമായി കടന്നു കളഞ്ഞു. അവനെ പോയി പിടിക്കേ. അവിടെ നിൽക്ക. നിക്ക് സാറേ. ചിങ്കംകാരെ നിക്ക്. ഇതെന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും വന്ന് എന്റെ തലയിൽ കൂടി എന്തിനാ ഇങ്ങനെ ഓടി പോകുന്നത്? പത്ലുജി, ഇത് അതേ ഗുണ്ടയാണ്. ധർത്തി ഫയലിന് പുറകിൽ വന്ന ആ ഗുണ്ട. ഇത് മറ്റേ അവന്മാരാണ്. അധികം സംസാരിക്കത്തൊന്നുമില്ല. അടിച്ച് പരിപ്പിളക്കത്തേയുള്ളൂ. ഇത് ധർത്തിയുടെ ഫയലാണ്. ഇതിനെവിടെയെങ്കിലും മാറ്റി വെക്കൂ, അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞോളൂ. എവിടേക്കെങ്കിലും കള, അല്ലെങ്കിൽ നശിപ്പിച്ചേക്ക്. എനിക്കിതിന് താല്പര്യമില്ല. ഗസീട്ട്, എന്റെ ചങ്ക, എന്റെ ബ്രോ, പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണല്ലോ. ആ ചിങ്ക സാറിനെ നമുക്ക് എത്രയും പെട്ടെന്ന് പിടിക്കണം. ചങ്ക, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് ധർത്തിയുടെ ഫയലാണ്. ഇത് കത്തിക്ക്, കീറിക്കളയ, നദിയിൽ കൊണ്ടുകള, എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കള ചങ്ക. വലിയേട്ടാ, ഒന്ന് പറഞ്ഞിട്ട് പോണം. ഒന്ന് അവിടെ നിൽക്കൂ. ഇവിടെ വല്ല മത്സരവും നടക്കുന്നുണ്ടോ? ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഇതാ ധർത്തിയുടെ ഫയൽ. എറിഞ്ഞുകള, നശിപ്പിച്ചുകള, എന്താ തോന്നുന്നു ചെയ്തോ. എന്റെ ഫയലിലെങ്ങാനും കൈവശാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇന്നത്തെ ദിവസം അടി മുഴുവൻ എനിക്കാണല്ലോ കിട്ടുന്നത്. എന്തൊരു സുഖം. ആദ്യം ഫയല് കിട്ടി, പിന്നെ ധർത്തിയെ കണ്ടു. പിടിക്കവളെ. ഞാൻ ആ ഫയൽ കുണ്ടലി ഡോണിന്റെ കൈ കൊടുത്തല്ലോ. ഞാൻ എന്തായി കാണിച്ചത്? നിങ്ങൾ രണ്ടുപേരും പോയി കണ്ടുപിടിക്കാൻ ശ്രമിക്ക്. ആ മോട്ടോജിയും പത്ലുജിയും എവിടെയാണെന്നുള്ള കാര്യം. എന്നിട്ട് എന്നെ വിവരം അറിയിക്ക്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ അഭിനയം കൊണ്ടുള്ള ട്രാപ്പ് വീണ്ടും തുടങ്ങാം. ഓർമ്മയിരിക്കട്ടെ, ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചാൽ പോലും ഒരിക്കലും എന്റെ അടുത്തേക്ക് വരരുത്. മനസ്സിലായോ? ജങ്ക, പങ്ക, നിങ്ങളോട് ഞാൻ എന്താണ് പറഞ്ഞത്? വിളിച്ചാൽ പോലും വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? ധർത്തി പ്രൊജക്ട് നമ്മുടെയാണ്. നമ്മൾ അതുകൊണ്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ടീം ധർത്തി പ്രോജക്റ്റിന്റെ പുറകെയാണെന്ന്. പെട്ടെന്ന് വാ. ഒന്ന് നിന്നേ, ഒന്ന് നിക്കുന്നേ. നിങ്ങള് ധർത്തിയുടെ പുറകിലാണോ? പറയൂ. ധർത്തി ഞങ്ങളുടെയാണ്. അതിന് കാലം തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ കൈ ഞങ്ങളെ വിട്ട്. ധർത്തി ഞങ്ങളുടേതാണ്. ഇനി എങ്ങനെ അതിൽ കൈവച്ചാലുണ്ടല്ലോ. പങ്ക, ഇവന്മാര് നമുക്കിട്ട് പണി തരാൻ നോക്കുക.
ഇന്ന് ഈ കുണ്ടലിക്ക് തലകുത്തി നിൽക്കാനാണ് യോഗം. എന്നെ ഒന്ന് ഇറക്കി വിട്. ഈ ചിങ്കം സാർ എവിടെ പോയി? ഹലോ ജെന്റിൽമാൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ സഹായിക്കാൻ കഴിയുമോ? എനിക്ക് ഒരു സഹായം ചെയ്തു തന്നാൽ ദൈവം നിങ്ങൾക്ക് അങ്ങോട്ട് 10 ലക്ഷം സഹായങ്ങൾ ചെയ്തു തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പുണ്യം കിട്ടും. ജീവിതത്തിൽ നല്ലത് ചെയ്താൽ നല്ലത് മാത്രമേ വരൂ. പത്ലു, ഞാൻ ഈ മനുഷ്യനെ ഒന്ന് സഹായിച്ചിട്ട് വരാം. നീ മുമ്പിൽ ചെല്ല്, എന്നിട്ട് ചിങ്കം സാറിനെ അന്വേഷിക്ക്. ഓക്കെ മോട്ടു, ഈ അവസരത്തിൽ നിന്റെ സഹായം അയാൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ അയാളെ നേരത്തെ പോലെ ഉപദ്രവിക്കരുത്. ഇത്തവണ സൂക്ഷിച്ചു കൊണ്ടുപോണം. അയ്യോ മോട്ടു, ഞാൻ ഇനി എന്താ ചെയ്യാ? ചിങ്കം എങ്ങോട്ടാ പോയെന്ന് പോലെ എനിക്ക് അറിയില്ല. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അയാൾ അന്വേഷിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കൂ. എനിക്ക് ഒരിക്കൽ കൂടി ആ പൂളിൽ ചെന്ന് വീഴണ്ട. സോറി, ഞാൻ ഇപ്പൊ വരാം. സോറി സാറേ. വാവ് ബോസ്, കൊള്ളാം. നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ ഭയങ്കര വേദന അറിയുന്നുണ്ടല്ലോ. അടിപൊളി. ശരിക്കും കേട്ടിട്ട് ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് ബോസ്. ഇത് ശരിക്കും ബോസ് നേരത്തെ ഞങ്ങളോട് വരണ്ടാന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ഒറിജിനലാണെന്ന് കരുതി ഞങ്ങൾ അങ്ങ് വന്നേനെ. തീർച്ചയായിട്ടും. അപ്പൊ ശരി ബോസ്, ഞങ്ങൾ എന്നാ പോയി ഒരു ചായ കുടിച്ചിട്ട് അങ്ങ് വരാം. പിന്നെ ഒരു കാര്യം, ഇത്തവണ നമുക്ക് ഫയൽ എന്തായാലും കിട്ടും. Keep it up. എങ്ങോട്ടാ പോകുന്നത്? ഞാനിവിടെ വാഷിംഗ് മെഷീനകത്ത് കിടന്ന് മറിയാണ്. എന്നിട്ട് നിങ്ങളവിടെ കാഫി കുടിക്കാൻ പോകുന്നു. താൻ എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നത്? ഇതുവരെ കുളിച്ചിട്ടിറങ്ങി വരുന്ന ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലേ? എന്ത്? നീ അയാളെ ലോണ്ടറി ഡക്കിൽ വീഴ്ത്തിയെന്നോ? വീഴ്ത്തിയതല്ല, അയാള് വീണതാണ്. ഒന്ന് വേഗം വരൂ, അയാൾക്ക് വല്ല പരിക്കും പറ്റി കാണും. സാറേ, സാറ് രക്ഷപ്പെട്ടു. പൊളിച്ചേ. കാണിച്ച് ഫയൽ മേടിക്കാൻ പറ്റൂ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ പാഷ, ഓടിക്കോ. സാറ് നല്ലോണം ഓടുന്നുണ്ടല്ലോ. സാറിന്റെ കാലൊക്കെ ഇപ്പൊ ശരിയായോ? നിങ്ങളുടെ വീൽ ചെയർ എവിടെ? ഇതിലെന്തോ പ്രശ്നമുണ്ട്. അയാൾ എങ്ങനെയാ ഓടുന്നേ? പിന്നിൽ ഓട്. അവിടെ നിക്കാനാ പറഞ്ഞേ. അവിടെ ഉണ്ട്. സാറേ,
നിക്ക് സാറേ. അവിടെ നിക്ക്. പ്രൊഫസർ ബാഡ്ലി വാല ഫോൺ എടുക്കുന്നേ ഇല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടുന്ന് പോയാൽ നമ്മൾ എങ്ങോട്ട് പോകും? അയാളെ കോണ്ടാക്ട് ചെയ്യുന്നത് വരെ ഇവിടെ ഒളിച്ചിരുന്നേ മതിയാവൂ. ഇവരെന്റെ പുറകിൽ ഓടി വരികയായിരുന്നല്ലോ. ഈ പെട്ടെന്ന് എങ്ങനെ എന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നേ? വെല്ലേട്ടാ, അവിടെ നിക്ക്. അവിടെ നിക്ക് സാറേ. ഇവരെങ്ങനെയാ ഇത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വന്നത്? നോക്ക് സാറേ, നിക്കാൻ. അപ്പൊ സാറേ, എന്റെ സാറേ, എന്റെ വെല്ലേട്ടാ, നിക്കൂ. അവിടെ എന്താ നിക്ക്, സാറേ ഇത്? അവിടെ നിക്ക്. സാറേ നിക്ക്. വെല്ലേട്ടാ, അവിടെ നിക്കാനാ നിക്കാനാ പറഞ്ഞത്. വെല്ലേട്ടാ നിക്കൂ. ഓടല്ലേ സാറേ, നിക്കൂ. ഇവിടെ നിക്ക് സാറേ. സാറേ, ഒന്ന് നിക്കവിടെ. ആ രണ്ട് സയന്റിസ്റ്റുമാരും ഭയങ്കരന്മാരായ രണ്ടുപേരാണ്. അവരൊറ്റ സെക്കൻഡിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയും. ഒരു സെക്കൻഡ് എന്റെ പുറകിലാണ് അവർ ഓടി വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോ അവരെന്റെ മുന്നിൽ കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിനെ എന്താ പറയുന്നത് അറിയാവോ? എന്താന്നറിയാവോ? പറയൂ. എന്റെ സാറ്, ഇതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു ചെറുപ്പത്തിൽ എനിക്കും സംഭവിച്ചത്. എന്റെ അമ്മയും എന്റെ അച്ഛനും വയ്യാതെ കിടപ്പിലായിരുന്നു. ഞാൻ 10 വയസ്സുള്ള ഒരു വെറും ചെറിയ കുട്ടിയായിരുന്നു. ഈ കൊച്ചു കൊച്ചു കൈകള് കൊണ്ട് ജോലി ചെയ്ത് പൈസ കൊണ്ടുവരുമായിരുന്നു. പിന്നെ കുറെ ഗുണ്ടകൾ എന്റെ പുറകില് കൂടി. ഞാൻ അങ്ങോട്ട് ഓടിയാലും ഗുണ്ടകൾ എന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ചെറുപ്രായത്തിൽ അവർക്ക് വേണ്ടിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് വെറുതെ അങ്ങടും ഇങ്ങടും നെട്ടോട്ട് ഓടുമായിരുന്നു. എന്നാ പറയാൻ എന്റെ സാറേ, വേറെ ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു എന്റെ സാറേ. എത്ര പ്രാവശ്യം പറയണം ഇവിടെ ഫാമിലി ഡ്രാമ ഉണ്ടാക്കരുതെന്ന്? ഹോഷിയാർ സിംഗ്, നീ വായി തുറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് ഒരു സെക്കൻഡിൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടെലിപോർട്ടിംഗ് എന്ന് പറയുന്നത്. അവരൊരു ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, അറിയാമോ? അപ്പൊ സാറേ, ആ ഗുണ്ടകളുടെ കയ്യിൽ ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നെന്നാണോ പറയണേ? അതുകൊണ്ടാണ് അവരെ രണ്ടിടത്ത് വെച്ചും കണ്ടതല്ലേ? ഹോഷിയാർ സിംഗ്, ഒന്ന് വായടയ്ക്ക്. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കും. എനിക്ക് എന്തായാലും ആ ടെലിപോർട്ടിംഗ് മെഷീനും കിട്ടിയേ മതിയാവൂ. ഇനി പോയി ആ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും 2 സയന്റിസ്റ്റിനെയും പൊക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. ഞാൻ കേട്ടത് ഇവിടുത്തെ ജിമ്മ് വളരെ അടിപൊളിയാണെന്നാ. വരൂ പത്ലു, നമുക്ക് താഴെ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തിട്ട് വരാം. മോട്ടോ, നീ പോയിക്കോ. എന്നോട് നീ പോകാൻ പറഞ്ഞിട്ട് നീ ആദ്യം പോന്നോ? കൊള്ളാം പത്ലു, കൊള്ളാം. ഗുംഫു പ്രാക്ടീസ് ചെയ്യുവാണോ? അപ്പൊ ഇനി കുണ്ടലി ഡോണിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കുണ്ടലി ഡോണോ? അതാരാ? ഓഹോ, അതാ ധർത്തിയുടെ പുറകെ നടക്കുന്ന ആളല്ലേ? ഈ പ്രൊഫസർ ബാട്ട്ലിവാല എവിടെ പോയിരിക്കുക? അയാളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. രാവിലെ മുതൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക. അല്ല, ഏത് പ്രൊഫസർ? അത് ശരി, ധർത്തിയുടെ അച്ഛനായിരുന്നോ? പ്രൊഫസറാണോ അയാള്? അച്ഛനോ? ധർത്തിയുടെ അച്ഛനെന്ന് വെച്ചാ? സാർ, കുടിക്കൂ ഫ്രൂട്ട് ജ്യൂസ്. ഹോട്ടലിന്റെ വക ഒരു കോംപ്ലിമെന്ററി ആണ്. വെയിറ്ററെ, കുറച്ച് സമൂസ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. ഇവിടെ വന്നതിൽ പിന്നെ ഒരു സമൂസ പോലും കഴിച്ചിട്ടില്ല. അല്ല മോട്ടോജി, നിങ്ങൾ എന്ന് മുതലാ ഈ സമൂസൊക്കെ കഴിക്കാൻ തുടങ്ങിയേ? നിനക്ക് എന്ത് പറ്റി പത്തലൂ? അല്ല,
അല്ല ഈ പത്ലൂജി എവിടെ പോയി കിടക്കുക? ഫോൺ എടുക്കുന്നില്ലല്ലോ. അല്ല ഈ മോട്ടു എവിടെ പോയി കിടക്ക? ഫോൺ എന്താ എടുക്കാത്തത്? അല്ല പത്ലൂജി, ഈ മുറിയിൽ നിന്ന് എങ്ങനെയാ നിങ്ങൾ പുറത്തേക്ക് വന്നത്? എത്ര നേരമായിട്ട് ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കുക, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? എന്താ പറയുന്ന മോട്ടു? ഈ റൂം എന്ന് വെച്ചാ ഇതാണല്ലോ നമ്മുടെ റൂം. അല്ല പത്ലൂജി, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? നമ്മുടെ റൂം അതല്ലേ? നോക്ക് 1006. എനിക്ക് തോന്നുന്നത് റൂം നമ്പർ സെയിം ആയതുകൊണ്ട് തെറ്റുപറ്റി നീ ആ റൂമിൽ കേറി പോയെന്നാ. നീ വേഗം വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പത്ലൂജി, പക്ഷെ തെറ്റായ മുറിയിൽ നിങ്ങളാണ് ഉണ്ടായിരുന്നത്, ഞാനല്ല. എന്റെ മോട്ടു, ഞാനല്ല തെറ്റായ റൂമിൽ പോയത്, നീയാണ്. ഞാൻ തെറ്റായ റൂമിൽ കേറിയിട്ടില്ല. കാലത്തൊട്ടേ ഞാൻ അവിടെ തന്നെയായിരുന്നു. പത്ലൂജി, ഞാൻ ഇത്രയും വലിയ തെറ്റ് എങ്ങനെയാ ചെയ്യാ? എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. ഇല്ല 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 ഇല്ല. That is final. Null, 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 final. നീ കല്യാണം കഴിക്കും കഴിക്കും കഴിക്കും. ദാറ്റ്സ് മൈ ഓർഡർ. അതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കോൺസ്റ്റബിൾ ആക്കും. യെസ്. ഇവരൊക്കെ എന്താ ഈ ഡ്രാമ ചെയ്തോണ്ടിരിക്കുന്നത്? വരും, നമുക്ക് പോവാം. ഹാൻഡ്സ് അപ്പ്, ആരും അനങ്ങരുത്. You hands up. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Impossible. എന്റെ ചേട്ടൻ എത്ര ധൈര്യവാനാണ്. എന്നോട് കളിക്കുമ്പോ സൂക്ഷിച്ച് വേണം. നമുക്ക് പെട്ടെന്ന് ജയിലിലേക്ക് പോകാം. എന്റെ അമ്മ. ഐഡിയ. മോട്ടു, സമൂസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങിക്കോ. അല്ല പത്ലൂജി, ഇതിന്റെയൊക്കെ ആവശ്യം എന്തിരിക്കുന്നു? സമൂസ കഴിച്ചിട്ട് എന്ത് പണി തുടങ്ങാനാ? പൊളിച്ചെടുത്തല്ലോ. മോട്ടു, നീ എന്താ മറന്നുപോയോ? സമോസ കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിൽ ഒരുപാട് പവർ വരുമല്ലോ. ഞാൻ 20 കൊല്ലമായിട്ട് കാണുന്നതല്ലേ. പോ മോട്ടു, അവരെ എടുത്തിട്ട് അലക്ക്. അലക്കാനോ? എങ്ങനെയിട്ട് അലക്കാൻ? എനിക്ക് ഫൈറ്റ് ചെയ്യണ്ടായേ, പിന്നെ ഞാൻ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സമൂസയിൽ അത്ര ഗുമ്മില്ലാന്നാ. അതൊക്കെ ഫുർഫുറി നഗറിലെ സമൂസയിലാ ഉള്ളതെന്നാ. വേഗം ഇത് മുഴുവനും കഴിക്ക്. ഇല്ല ഇല്ല, ഇനി എനിക്ക് വേണ്ട. അല്ല, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സമൂസകൾ ഒരുമിച്ച് കഴിച്ചിട്ടില്ല. പത്ലൂജി, നിങ്ങൾക്ക് ഇതെന്താണ് പറ്റിയത്? എന്റെ മോട്ടു, കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്തിയിട്ട് അവന്മാരെ പോയിട്ട് അലക്ക്. സോറി, ഞാനൊരു അലക്കുകാരനല്ല, മാത്രമല്ല അവന്മാര് തുണിയുമല്ല. ഞാൻ ഹാൻഡ്സപ്പ് ചെയ്ത് ഇവിടെ നിന്നോളാം. ആ, നിർത്തിക്കോ നിങ്ങളുടെ കോമഡി ഡ്രാമ. ഹാൻഡ്സ് അപ്പ്, ഞങ്ങളുടെ കൂടെ വാ. ബോസ്, കണ്ടോളൂ, ഞങ്ങൾ അവന്മാരെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമ്മളിന്ന് എവിടെയാ വന്നിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോട്ടുജി. ഭാഷയ്ക്ക് ഒരുപാട് സന്തോഷമായി. മിണ്ടാതിരിക്ക്. പറഞ്ഞത് കേട്ടില്ലേ കാല? ശാന്തമായിരിക്ക. ആദ്യം ഞാൻ എനിക്ക് പറയാനുള്ള ഡയലോഗ്സ് എല്ലാം പറഞ്ഞു തീർത്തോട്ടെ. മോട്ടുജി, പത്ലൂജി, എനിക്ക് ആ 2 സാധനങ്ങളും തീർച്ചയായി കിട്ടണം. ആദ്യം പ്രോജക്ട് ധർത്തിയുടെ ഫയൽ, പിന്നെ രണ്ടാമത് നിങ്ങളുടെ കയ്യിലുള്ള ആ ടെലിപോർട്ടിംഗ് മെഷീൻ. ടെലിപോർട്ടിംഗ് മിഷീനോ? അതെന്താ? ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു മിഷീനൊന്നും ഇല്ല. ഇതിന്റെ അർത്ഥമാണ് നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ കയ്യിൽ പ്രോജക്ട് ധർത്തിയുടെ ഫയൽ ഉണ്ടെന്ന്. തരൂ, ആ ഫയൽ എന്റെ കയ്യിലേക്ക് തരൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ 2 പേരെയും കൊന്നുകളയും. നീ വേണമെങ്കിൽ ഞങ്ങളെ തീർത്ത് കളഞ്ഞോ, ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ വരെ കൊടുക്കും. പക്ഷെ ആ ഫയൽ നിനക്ക് ഒരിക്കലും തരില്ല, അല്ലേ മോട്ടുജി? നിങ്ങൾക്ക് വേണേ ഞങ്ങളെ വെടിവെക്കാം, അല്ലെങ്കിൽ ശൂലം കൊണ്ട് കുത്തിക്കേറ്റാം. എന്നാലും തരില്ല, തരില്ല.
തരില്ല ആ ഫയൽ. തരാൻ നിങ്ങൾക്ക് മനസ്സില്ലടാ. ഞങ്ങൾക്ക് ആരെയും തന്നെ പേടിയില്ല. ഞങ്ങളായിട്ട് നിൽക്കുന്നത് വരെ ഇവിടെ മരിച്ചു വീഴേണ്ടി വന്നാലും ഫയൽ ഞങ്ങൾ തരില്ല. ചോദ്യമാണ് കേട്ടിട്ട്. വാ, ഇങ്ങനെ വേണം സംസാരിക്കാൻ. ഈ തമാശയൊന്നും മതിയാക്കുന്നുണ്ടോ? ഇവിടെ നടക്കുന്നത് കവി സമ്മേളനമൊന്നുമല്ല, മനസ്സിലായോ? ഞാൻ 3 വരെ എണ്ണും. അതിനുള്ളിൽ ആ ഫയൽ എന്റെ കയ്യിലേക്ക് വരണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് മാറ്റിക്കളയും നിന്റെയൊക്കെ ലൈഫ് സ്റ്റൈൽ. ഞാൻ ഇന്നിനിപ്പോ കവിതയൊക്കെ പറയുന്നത്, നമ്മുടെ കയ്യിലേക്ക് ഇവർ ഫയൽ തന്നില്ലെങ്കിൽ ഇവര് ലേസർ ഗൺ കൊണ്ട് കൊന്നുകളയണം. ഫയൽ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല. പിന്നെ എന്തിനാ ഞങ്ങൾ വെടിവെക്കുന്നത്? ആ ഫയല് കുണ്ടലി ഡോണിന്റെ കയ്യിലാ ഉള്ളത്. ഞാൻ അവന്റെ കൈ കൊടുത്തു. എന്ത്? ജംഗാ, പോ. എന്നിട്ട് അവിടുന്ന് ആ കുണ്ടലി ഡോണിനെയും കൊണ്ട് തിരിച്ചു വാ. എന്ത്? എടാ ഉണ്ട കണ്ണാ, മോട്ടുജി, നിങ്ങൾ ആ ഫയല് കുണ്ടലി ഡോണിന് കൊടുത്തോ? വേഗം പറ, എത്ര രൂപയ്ക്കാ നീ ആ ഫയല് കൊടുത്തത്? പറ മോട്ടുജി. ഒരു ഫയലിന് വേണ്ടി നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ തൊഴിക്കുവോ പത്ലു? അത് വെറും ഒരു ഫയൽ അല്ലായിരുന്നു, നമ്മുടെ എല്ലാം സ്വപ്നമായിരുന്നു. മോട്ടുജി, എത്ര രൂപയ്ക്കാ ഫയൽ വിറ്റത്? നീ എന്തിനാ രാജ്യത്തിന് ഒറ്റ കൊടുത്തത്? പത്ലു, നിന്റെ കൂട്ടുകാരനെ നീ തല്ലുന്നു വെറും ഒരു ഫയലിന് വേണ്ടി. മോട്ടുജി, ഫയൽ എന്തിനാ വിറ്റത്? ഉണ്ട കണ്ണ, നിന്റെ തല ഇന്ന് ഞാൻ തല്ലി പൊളിക്കും. അയ്യോ, ഫയൽ വിറ്റതല്ല, അവന്റെ കയ്യിൽ ഞാൻ എടുത്തു കൊടുത്തതാണ്. നിനക്ക് വേണ്ടുവോളം തല്ലെന്നെ. വല്യേട്ടനെ, ചിങ്കസാറിനെ, ഗസീട്ടാറാമിനെ ഒക്കെ കാണുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും, നീ എന്നെ ഇങ്ങനെ തല്ലിയത്. ബോറിംഗ്. ഈ വൺ സൈഡഡ് ഫൈറ്റില് ഒരു രസം കിട്ടുന്നില്ല. മോട്ടുജി, നിങ്ങളും കൂടെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ ഒരു രസം ഉണ്ടാവൂ. ഇല്ല ഇല്ല, ഞാൻ എന്റെ കൂട്ടുകാരന്റെ നേർക്ക് എന്റെ കൈ ഉയർത്തില്ല, ഒരിക്കലും ഉയർത്തില്ല, എന്ത് സംഭവിച്ചാലും ശരി. നീ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ സുഹൃത്തിനെ ഞാൻ ലേസർ കൊണ്ട് കൊന്നുകളയും. ബബ്ല, പത്ലൂജിയെ കൊന്നുകളയേ. വേണ്ട, അവനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് വേണേലും എന്നെ ചെയ്തോളൂ. സുഹൃത്തില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ? പത്ലൂജിയെ രക്ഷിക്കണമെങ്കിൽ നീ അവനോട് ഫൈറ്റ് ചെയ്ത് അവനെ നീ ഇവിടെ വെച്ച് തോൽപ്പിക്കണം. അങ്ങനെ നീ ജയിച്ചാൽ മാത്രമേ പത്ലുവിന് രക്ഷപ്പെടാൻ കഴിയൂ. ഇനി നീ എങ്ങാനും തോറ്റാലോ, പിന്നെ പത്ലൂജിയുടെ കഥ തീർന്നു. നീ തോക്കണം കേട്ടോ. നിനക്ക് എന്താടാ വട്ട് പിടിച്ചോ? ഇനി ജയിച്ചിട്ടൊക്കെ എന്താ കാര്യം? ഫയൽ നീ അവർക്ക് കൊടുത്തു കഴിഞ്ഞില്ലേ? സോറി പത്ലു, എനിക്ക് തന്നെ രക്ഷിക്കാൻ നിന്റെ കൂടെ യുദ്ധം ചെയ്തേ പറ്റൂ. മോട്ടുജി, ഇത്രയും നല്ല ഫൈറ്റ് നിങ്ങൾ എവിടെന്നാ പഠിച്ചത്? നീ പഠിച്ചെടുത്തു തന്നെ. ബോസ്, ഞാൻ മോട്ടുവിനെയും പത്ലുവിനെയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഒരേപോലെ ഇരിക്കുന്ന 2 പേര് എങ്ങനെ ഉണ്ടാകാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇവര് 2 പേരും എന്നെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതി ആയിരിക്കും ഇത്. അപ്പോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒറിജിനൽ ഓടിക്കളയും.
പക്ഷേ ഇപ്പോൾ 4 പേരും എന്റെ കസ്റ്റഡിയിലാണ്. പാഷയ്ക്ക് സന്തോഷമായി, പാഷയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഇതിൽ നിന്നും 2 എണ്ണം ഒറിജിനൽ ആണ്, ബാക്കി 2 ഡ്യൂപ്ലിക്കേറ്റ്. 2 മുഖങ്ങളിൽ മാസ്ക് ഉണ്ട്. ഇവരുടെ മാസ്ക് ഊരിക്കളയൂ. പൊളിച്ചെടുത്തല്ലോ. ഇവരെ കാണാൻ നമ്മുടെ മോട്ടു പത്ലുവിനെ പോലെ തന്നെ ഉണ്ടല്ലോ. എന്ത് രോഗികളാണ് സത്യം. എനിക്ക് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ചങ്കേ. ഞാൻ ഒറിജിനലാണ്, ഒറിജിനലാണ്, ഞാൻ ഒറിജിനലാണ്, ഒറിജിനലാണ്. എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മോട്ടോജിയോട് അല്ലായിരുന്നു എന്ന്. മോട്ടോജി ഒരിക്കലും ഇങ്ങനെ ഫൈറ്റ് ചെയ്യാറില്ല. അപ്പൊ അതിനർത്ഥം മോട്ടോജി ഇതാണ്. എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. ഇവൻ സമൂസ കഴിക്കാത്തപ്പോ ഇത് മോട്ടു അല്ലെന്ന്, എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്ന് വെച്ചാൽ എന്റെ മോട്ടു ഇതാണ്. വേഗം പറയേ, നിങ്ങളിൽ ആരാണ് സയന്റിസ്റ്റ് മോട്ടുവും പത്ലുവുമെന്ന്? മോട്ടോജി അയാൾക്കറിയില്ല നമ്മൾ സയന്റിസ്റ്റ് ആണെന്ന്. അല്ലെങ്കിൽ അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫയൽ പിടിച്ചെടുക്കും. അവരാണ് സയന്റിസ്റ്റ്, അവരാ, ഞങ്ങളല്ല. വലിയേട്ടാ നിങ്ങൾ പറ, ഞങ്ങള് ഫുർഫുറി നഗറിലെ മോട്ടുവും പത്തലുവാണെന്ന്. വലിയേട്ടാ നിങ്ങൾ പറ, ഞങ്ങള് ഫുർഫുറി നഗറിലെ മോട്ടുവും പത്തലുവാണെന്ന്. ചിങ്കം സാറേ നിങ്ങളെങ്കിലും ഒന്ന് പറ, ഞങ്ങള് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വന്നതാണെന്ന്. എന്റെ ചിങ്കം സാറേ നിങ്ങളെങ്കിലും അവരോടൊന്ന് പറ, ഞങ്ങള് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വന്നതാണെന്ന്. എന്റെ അമ്മോ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒറിജിനൽ മോട്ടു പത്ലു ആരാണെന്ന്. ഞങ്ങളാണ്, 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 ഞങ്ങളാണ്. ഞാനാ, അല്ല ഞാനാ പത്ലു, ഞാനാ. അതെ, വെറുതെ കിടന്ന സീൻ ഉണ്ടാക്കല്ലേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വലിയൊരു കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക. അതിനിടെ കയറി നീ കുറുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് കലിപ്പെടുത്ത് നിൽക്കുക. ഇവിടെ കിടന്നങ്ങ സീൻ ഉണ്ടാക്കിയ ഞാൻ പിന്നെ എല്ലാ ദേഷ്യവും നിന്റെ അടുത്ത് തീർക്കേണ്ടി വരും. മര്യാദക്ക് പോയിക്കോ ഇവിടുന്ന്, ഇല്ലെങ്കിൽ എടുത്തിട്ട് അലക്കും ഞാൻ. അപ്പൊ താനാണ് കുണ്ടലി ഡോൺ അല്ലേ? അതെ അതെ, ഞാൻ തന്നെയാണ് കുണ്ടലി ഡോൺ മോനെ. നീ ഡോൺ ആണെങ്കിൽ ഞാനും ഒരു ഡോണാണ്. ഡോണുകളോട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചൊരു ഡോൺ മറ്റൊരു ഡോണിനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ. ഓക്കേ, നിങ്ങളുടെ ആഗ്രഹം പോലെ. ഈ പ്രോജക്ട് ധർത്തിയുടെ ഫയൽ എവിടെയാണ്? ഫയൽ നിനക്ക് വേണമെങ്കിൽ അത് നീ തന്നെ വെച്ചോ. പക്ഷേ ഫയലിന്റെ കൂട്ടത്തിൽ ധർത്തിയും കൂടി വേണമെങ്കിൽ 10 കോടി രൂപ തരണം. മനസ്സിലായോ? ജങ്ക, വീണ്ടും ഇയാൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്ക്. ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കണം. ആ ഫയലുണ്ടല്ലോ, അതെന്റെ കയ്യിലില്ല. അതാ ധർത്തി എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചോണ്ട് പോയി കളഞ്ഞു. ഈ ധർത്തി ആരാണ്? അവളുടെ കല്യാണം ഈ ചിങ്കവുമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുക. ചിങ്കം, ആ ഫയൽ ഇങ്ങോട്ട് കൊണ്ടുവരൂ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ വെടിവെച്ച് കൊല്ലേണ്ടി വരും.
ഇതെന്താണ്? എനിക്ക് വേണ്ടത് ഈ ഫയൽ അല്ല. എനിക്ക് വേണ്ടത് പ്രോജക്ട് ധർത്തിയുടെ ഫയൽസ് ആണ്. അതിൽ ന്യൂക്ലിയർ മിസൈൽസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും. മനസ്സിലായോ? പാഷാ ബോസ്, നിങ്ങൾക്ക് ഈ ഫയല് വേണ്ടെങ്കിൽ പിന്നെ ഈ ധർത്തിയായും വേണ്ടെങ്കിൽ ഞാൻ അതിനെ കൊണ്ടുപോയിക്കോട്ടെ. അതെന്റെ പ്രൊജക്റ്റ് ആണ് സാറേ. എന്റെ പൊന്നു സാറേ, ഒരു 10 കോടി രൂപയുടെ കാര്യമല്ലേ. ഒന്നും മിണ്ടാതെ ഇരിക്കണോ? ജങ്ക, പങ്ക, പോയി നമ്മുടെ ട്രംപ് കാർഡ് കൊണ്ടുവാ. എന്നാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സയന്റിസ്റ്റ് മോട്ടു പത്ലു ഇതിൽ ആരാണെന്ന്. വെറുതെ അല്ല അയാൾ നമ്മുടെ ഫോൺ എടുക്കാതിരുന്നത്. അയാൾ ഇവിടെ കുടുങ്ങിയിരിക്കുകയായിരുന്നു. പ്രൊഫസർ ബാട്ലിവാല, ജീവൻ വേണമെങ്കിൽ ആദ്യം ഇതിൽ നിന്നും ആരാണ് ഒറിജിനൽ മോട്ടു എന്നും പത്ലു എന്നും എനിക്ക് പറഞ്ഞതാ. അല്ലെങ്കിൽ നിന്നെ ഞാൻ എല്ലാവരുടെ മുമ്പിലും വെച്ചും കൊന്നുകളയും. ഈ ഫയൽ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് വെക്കാനല്ല പറഞ്ഞേ. ഫയൽ ഇവിടെ എങ്ങനെ വന്നു? ആരുടെ ഫയല്? ഈ ഫയൽ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് വെക്കാനല്ല പറഞ്ഞേ. ഫയൽ ഇവിടെ എങ്ങനെ വന്നു? ഫയൽ എന്റെ അരയിൽ ഇരിപ്പുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ല. പാഷാ, ഇതാണ് ഫയല്. ഇവരാണ് സയന്റിസ്റ്റുകള്. എടാ ചതിയ വഞ്ചക, നീ രാജ്യത്തിന് ഒറ്റിക്കൊടുത്തു അല്ലേ? ഈ ന്യൂക്ലിയർ മിസൈൽ നമ്മുടെ രാജ്യത്തിന്റേതാണ്. നീ അത് ശത്രുക്കൾക്ക് വിറ്റ് കഴിഞ്ഞു. ഞാൻ ഈ ഫയൽ ശത്രുക്കൾക്ക് വിറ്റതല്ല. ഞാൻ തന്നെയാണ് ശത്രു. ഞാനും ഈ ഭാഷയും കൂടി ചേർന്ന് ഈ ലോകത്തെ മുഴുവനും ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് തീരുമാനം. പത്ലു, ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണ്. ആ ഫയൽ ശത്രുക്കളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. പത്ലു, എന്റെ കൂട്ടുകാരോ, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. ഈ ഫയൽ അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്നില്ല. ഫയൽ എനിക്കിതാ. ഇല്ല, ഫയൽ എനിക്ക് തരൂ പത്ലു. തരില്ല. ഹോഷിയാർ സിംഗ്, കുറച്ചും കൂടെ ശ്രദ്ധയോട് ജോലി ചെയ്യാൻ പഠിക്കേ. ഒരു പ്രാവശ്യം എനിക്ക് സംഭവിച്ചത് ഇതുപോലെ തന്നെ ആയിരുന്നു ചെറുപ്പത്തിൽ. മിണ്ടാതിരിക്കടാ. ആദ്യം നിന്റെ ഫാമിലി ഡ്രാമ മതിയാക്ക്. എന്നിട്ട് പോയി ആ ഫയല് കൊണ്ടുവാ. ആ ഐഡിയ. എനിക്ക് മണ്ടന്മാരുടെ ഒരു സേന തന്നെ ഉണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. എന്റെ ദൈവമേ, എനിക്ക് വേണ്ടത് ഈ കലമല്ല. നീ ആദ്യം പോയി ആ ഫയല് കൊണ്ടുവാ. The name is Chingam. Inspector Chingam. Hands up. പറഞ്ഞില്ലേ? Hands up. ടൈം പ്ലീസ്. ധർത്തി മോളെ, നീ എന്റെ കൂടെ വരുന്നതാ നല്ലത്. അല്ലെങ്കിൽ നിന്റെ ഈ ചിങ്കം തീർന്നു. എന്ത്? ഒന്ന് നിർത്തുന്നുണ്ടോ? നീ എന്റെ ചേട്ടനെ അടിക്കോ? അത്രയ്ക്കായോ? ഇന്ന് ഞാനൊരു പാഠം പഠിപ്പിക്കും. നിൽക്കണവിടെ.
വേണ്ട വേണ്ട എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. വേണ്ട വേണ്ട എന്നെ വിട്ടേക്ക്. വാ, വാ. പോയി ഫയൽ കൊണ്ടുവാ, ഫയൽ കൊണ്ടുവാ. വെരി ഗുഡ് ചമ്പ, വെരി ഗുഡ്. ഇനി എന്റെ ഊഴമാണ്, ഇനി എന്റെ ഊഴമാണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം, അങ്ങനെ തന്നെ കടിക്ക്. Who can play the same games? എന്തിനാ എന്റെ പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കുന്നേ? നമസ്തേ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ പോവാണ്. നിക്കണേ അവിടെ. മോട്ടു അവരെന്റെ കയ്യിൽ നിന്ന് ഫയല് കൊണ്ടുപോയി. ഭാഷ കണക്ഷൻ റെഡിയായി. ഭാഷ സന്തോഷമായി, ഭാഷയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഫയർ, ആദ്യത്തെ മിസൈൽ ഫയർ. മോട്ടു എങ്ങനെയെങ്കിലും ആ മിസൈലിനെ തടയേ. എന്റെ പത്രം ഇപ്പൊ അവന് കൊടുക്കും സമൂസ. എന്റെ വായിലോട്ട് ആവശ്യമില്ലാതെ കുത്തിക്കയറ്റിയില്ലേ? ഐഡിയ. സമൂസ ഇവിടെ ഇല്ല, പക്ഷെ ചെറിയൊരു വഴിയുണ്ട്. മോട്ടു, ഞാൻ ഹോട്ടലിൽ നിന്ന് സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. വേഗം ഫൈറ്റ് ചെയ്ത് തീർക്ക്, എന്നിട്ട് ചൂടോടെ സമൂസ കഴിച്ചോ. പൊളിച്ചേ. ഇപ്പൊ കണ്ടോ, ഇപ്പൊ കണ്ടോ. ആ ബട്ടൺ ഓഫ് ചെയ്യൂ. ബോസ്, ബോസ്, ഡോണ്ട് വറി. ഇന്ന് ഈ മിസൈൽ തീർച്ചയായിട്ടും ഫയർ ചെയ്തിരിക്കും. ഓഫ് എന്തായാലും ചെയ്യാൻ സമ്മതിക്കില്ല. എന്റെ ജീവൻ വരെ ഞാൻ പണയം വെക്കും ബോസ്. നിങ്ങൾക്ക് ആർക്കും നന്ദിയില്ലാതെ പോയല്ലോ. ബട്ടൺ ഓഫ് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോ. ഇനി ബട്ടൺ ഓഫ് ആക്കുന്നേ ഇല്ല. സോറി സോറി സോറി, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കൂ. ബട്ടൺ ഓഫ് ചെയ്യൂ. ഞാനിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അതെ, ഒന്ന് നിർത്ത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനെന്താ പിള്ളേരുടെ കളിപ്പാട്ടമാണോ? അതാ അങ്ങോട്ട് നോക്ക്, മിസൈല് പോവാൻ തുടങ്ങുക.
അന്നേരമാണോ നീ ഈ വടിയും എടുത്തോണ്ട് ഇത്രയും ദേഷ്യപ്പെട്ട് എന്റെ പുറകെ നടക്കുന്നത്? ഓക്കേ, ഇനി 10 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഭാഷ ബൈ ബൈ. ഇനി ആ ബാട്ട്ലി വാലയെ കൂടെ ആ മിസൈലിലോട്ടൊന്ന് കേറ്റ്. ജംഗ ഒന്ന് വേഗം ആവട്ടെ. 9, 8, 7. വേണ്ട, പ്ലീസ് വേണ്ട, എന്നെ രക്ഷിക്കൂ. നീ ഒന്ന് ചുമ്മാ ഇരിക്ക്. ഞാൻ ആദ്യം ഒന്ന് കരഞ്ഞു തീർത്തോട്ടെ. 6, 5, 4, 3, 2, 1. ഓ, താങ്ക് യു, താങ്ക് യു. Hey, the name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Hands up. You are under arrest. Yeah. Thank you very much. പക്ഷെ ഇത്ര വേഗത്തിൽ എങ്ങനെ മുടി വന്നത്? ഞങ്ങള് വിഗ് വെച്ചിരിക്കുക. ഇവിടെ ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട. എന്താ? All the best. All the best. അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? 10 കോടിയുടെ മുതലല്ലേ പോയത്, എന്നിട്ട് ഗിഫ്റ്റും തരേണ്ടി വന്നു. എന്റെ ഒരു ഗതികേട്. പക്ഷെ നിങ്ങൾക്ക് അകത്തിപ്പോ എന്താണ് ഫീല് തോന്നുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു വരനെയും വധുവിനെയും നല്ല മനുഷ്യനായിട്ട് അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? ഓഹോ, അത് ഞാൻ ഓർത്തില്ല കേട്ടോ. All the best. ഞാൻ ധർത്തിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി ഇവൾ തന്റെ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കി. പിന്നെ മോട്ടു പത്ലുവിനോടും എനിക്ക് നന്ദി പറയാനുണ്ട്. കാരണം ഇവരില്ലെങ്കിൽ ഈ ഹാപ്പി എൻഡിങ് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. 3 cheers to മോട്ടു പത്ലു. മോട്ടു പത്ലു, മോട്ടു പത്ലു, മോട്ടു പത്ലു, മോട്ടു പത്ലു, മോട്ടു പത്ലു. ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ. Watch India's largest kids library only on Jio Hotstar. Download the app now.